ഇടുക്കി അടിമാലിയിൽ ശക്തമായ മഴ. ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് വീണു. അടിമാലി ടൗൺ പ്രദേശത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അടിമാലി ലൈബ്രറി റോഡിലെ പല ഭാഗങ്ങളിലും വെള്ളം കയറി. നേര്യമംഗലം, വാളറ, അടിമാലി മേഖലയിലും ശക്തമായ മഴയാണ്. സുബിൻ തോമസ് ഉണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുവാനായി. സുബിൻ, എങ്ങനെയാണ് നിലവിലെ ഒരു സാഹചര്യം? മഴയ്ക്ക് ശമനമുണ്ടോ? പല മേഖലകളിലും ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ശക്തമായ മഴ ആരംഭിച്ചത്. അടിമാലി മേഖലയിലാണ് അതിതീവ്ര മഴ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള ഭാഗത്ത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ റോഡുകളുടെ വെള്ളമൊഴുകുകയും പല വീടുകളിലും അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറുകയും ചെയ്തു. ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. മുകളിൽ വനവാസിക്കുടി മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ടൗണിലേക്കും വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. അതോടൊപ്പം ജില്ലയുടെ പല മേഖലകളിലും, അതായത് മലയോര മേഖലകളിലെല്ലാം തന്നെ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ ജാഗ്രത കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മഴ ശക്തി പ്രാപിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രതയിലാണ് ഇടുക്കി ജില്ല പോകുന്നത്. നിലവിൽ ജാഗ്രത തുടരണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇന്നലെ മുതൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് വീണ്ടും ശക്തമായ മഴ ആരംഭിച്ചത്. രാത്രിയിലും ഈ മഴ തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയും കൂടുതൽ സുരക്ഷ ഒരുക്കുകയും വേണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ രാത്രികാല യാത്രയ്ക്കും അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നും 7 മണി മുതൽ പുലർച്ചെ 6 മണി വരെ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ നിയന്ത്രണങ്ങൾ വരും മണിക്കൂറിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ശരി, വ്യക്തമാണ്. ഇടുക്കി അടിമാലിയിൽ ശക്തമായ മഴയാണ്. ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണു. അടിമാലി ടൗൺ പ്രദേശത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.